നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. MDMA ഒക്കെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ വീശി അടിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലാണ് മയക്കുമരുന്നിനെതിരെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾക്കെതിരെ നമ്മുടെ നാട് പോരാട്ടം നടത്തുന്നത് ഒറ്റക്കെട്ടായിട്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്തയിലേക്കാണ്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചത് ലക്ഷങ്ങളുടെ MDMA. വടക്കാഞ്ചേരിയിൽ ലക്ഷങ്ങൾ വില വരുന്ന ലഹരി വസ്തുക്കളുമായി യുവാവും യുവതിയും അറസ്റ്റിൽ. 46 ഗ്രാം MDMAയുമായി യുവതിയും യുവാവും അറസ്റ്റിലായത്. കോട്ടയം പൊനുകുന്നം സ്വദേശി എലിസബത്തും ഇരാറ്റുപേട്ട സ്വദേശി ഷാഹുൽ സുനീറുമാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഇവർ അറസ്റ്റിലാകുന്നത്. ബംഗളൂരിൽ നിന്നും ഇരുവരും 2 ട്രാവൽ ബസ്സുകളായി കോട്ടയത്തേക്ക് വരികയായിരുന്നു. ബസ് ഇറങ്ങിയ ശേഷം ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് മറ്റൊരു ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ നിൽക്കുന്നതിനിടെയാണ് ഇവർ അറസ്റ്റിലാകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസിന് കിട്ടിയ രഹസ്യ വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. പിടിയിലാവുന്ന സമയം ഇവരുടെ കൈവശം 45.253 ഗ്രാം MDMA ആണ് ഉണ്ടായിരുന്നത്. 24.089 ഗ്രാം ഷാഹുലിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും 21 ഗ്രാം എലിസബത്തിന്റെ അടിവസ്ത്രത്തിൽ നിന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ബംഗളൂരിൽ നിന്നാണ് MDMA വാങ്ങിയതെന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത്. അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവരാണ് ഇവരെന്ന് പോലീസ് സംശയം. എന്തായാലും സംസ്ഥാനത്ത് ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ ശക്തമാകുന്നുണ്ട്. അതിനിടയിൽ ഓൺലൈൻ ഡെലിവറിക്കാർക്ക് മുന്നറിയിപ്പുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറിക്കാർക്കാണ് മുന്നറിയിപ്പ്. ഡെലിവറിക്കാർ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന് പരാതി കിട്ടിയിട്ടുണ്ടെന്നും ഇത് തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാൻ കേസുകളിൽ യാതൊരു തരത്തിലുള്ള ശുപാർശയും അനുവദിക്കരുതെന്നും പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമം കൃത്യമായി നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നും മന്ത്രി പറഞ്ഞു. മാത്രമല്ല, ആംബുലൻസുകൾ ഉപയോഗിച്ച് ലഹരി കടത്തുന്ന പരാതികളും കിട്ടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തരം വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തെ മന്ത്രി സ്വാഗതം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾ തന്നെ തൂഫാൻ വാരിയേഴ്സായി മാറണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റ് തുടരുകയാണ്. 24 മണിക്കൂറിൽ 153ഓളം പേരൊക്കെയാണ് അറസ്റ്റിലാകുന്നത്. 144ഓളം കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. MDMA പിടികൂടുന്നുണ്ട്. കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, അതുപോലെ തന്നെ ഹെറോയിൽ എന്നിവയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ പിടിയിലാകുന്നുണ്ട്. എന്തായാലും വലിയ സ്വീകാര്യത ഓപ്പറേഷൻ തൂഫാനെ കിട്ടുന്നുണ്ട്. ലഹരി വ്യാപനത്തിന് തടയാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ വിജിലൻസ് എന്ന സംവിധാനവും രൂപീകരിച്ചിട്ടുണ്ടെന്നും രഹസ്യ വിവരങ്ങൾ ആർക്കും പോലീസിന് കൈമാറാമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. 9497979794 എന്ന നമ്പറിലും 9497927797 എന്നീ നമ്പറുകളിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരം അറിയിക്കാമെന്നും 9959566666 എന്ന നമ്പറിൽ വാട്സാപ്പ് വഴി വിവരം അറിയിക്കാമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്കും പങ്കാളികളാകാം, തൂഫാൻ വാരിയേഴ്സ് ആകാം. മാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഈ പദ്ധതിക്ക് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഈ പദ്ധതിയെ നെഞ്ചോട് ചേർത്ത കുറച്ച് പേരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അത് തന്നെ ഇപ്പൊ ഉള്ള ചെറുപ്പക്കാരെല്ലാം അത് തന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേരെ വീട്ടിൽ കാണൂല. നമ്മൾ വല്ലതും പറഞ്ഞെങ്കിൽ അവർക്ക് ദേഷ്യമാണ്, എടുത്തടിച്ചതുപോലെ ദേഷ്യം. നമ്മുടെ അയൽവക്കത്തൊരു ചെറുക്കുണ്ട്, 24 മണിക്കൂർ പാവമാണ്. 2 പെൺപിള്ളേര് കഷ്ടപ്പെടുന്നു. പെൺപിള്ളേര്, ആ പെണ്ണ് ജോലിക്ക് പോയാണ് ജീവിക്കുന്നത്. അവൻ കണ്ട്രാക്കെന്ന് പറഞ്ഞ് കയറി ഇരിക്കും, കുടിച്ചു കൂത്താടി വന്നു. വീട് കിടക്കണ കണ്ട കഷ്ടം. പിന്നെ അയൽവക്കത്തുള്ള പിള്ളേരെയും കൂടെ വിളിച്ചു നശിപ്പിക്കും. അങ്ങനെ ഞാൻ ചെന്ന് ഇന്നാളൊരു ദിവസം വഴക്ക് പറഞ്ഞ്, 2 പെണ്ണാണ് നിനക്കിരിക്കുന്നത്, നീ നല്ലപോലെ സൂക്ഷിക്കണം, ഈ വീടൊക്കെ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞു. ആര് കേൾക്കാൻ? അഴുക്ക ഒന്നും കേൾക്കൂല. ആ നാട്ടിൻപുറത്ത് മലയും കീഴ് ചീനികളെന്ന സ്ഥലത്തെ കാര്യമാണ് ഞാൻ പറയണേ. ഒരു നല്ല ആമ്പിള്ളേരായിരുന്നു അവിടെ, കൊച്ചു പിള്ളേര്, 10-20 വയസ്സൊക്കെ ഉള്ള നല്ല ജോലി ചെയ്ത് കുടുംബം നോക്കിക്കൊണ്ട് ആ 2-3 ചെറുക്കന്മാരിങ്ങനെ പിടിച്ച് വീടിയും വലിച്ച്, എന്തൊരു വീടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് കണ്ടിട്ടില്ല. പക്ഷെ മണമുണ്ട് ഈ ചാരായത്തിന്റെ ഒക്കെ. ചാരായോ എന്തൊക്കെയാ, ഭയങ്കര നാറ്റമാണ് ശവത്തുകൾ അടുത്ത് വരുമ്പോ. എത്ര പറഞ്ഞാലും കേൾക്കൂല. അത് പറയാൻ കുഞ്ഞെ, പണ്ടത്തെ കാലത്തൊന്നും ഇല്ലാതിരുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് വ്യാപകം എല്ലായിടത്തും. നാട്ടിൻപുറത്തും റബ്ബർ എസ്റ്റേറ്റുകളിലും ഒക്കെയാണ് കൂടുതൽ. ഈ റബ്ബർ എസ്റ്റേറ്റ് ഉള്ളവർക്കെല്ലാം സൂക്ഷിക്കുന്ന എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ 50 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആണ്. അവിടെ ഒരു നേരം ആവുമ്പോ എല്ലാം അവിടെ തമ്പടിക്കും. എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റൂലേ കുഞ്ഞു.
നമ്മൾ ഈ വഴി പോകുമ്പോ അങ്ങോട്ട് ഇറങ്ങി പോണതും ചെറുക്കന്മാര് വീട്ടിൽ സമയത്തിന് വരാത്തതുമാണ് നമുക്ക് പ്രശ്നം. എന്നാലും സർക്കാർ ഒരുപാട് മക്കളെ രക്ഷപ്പെടുത്തുന്നത് അതെ അതെ, അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ. ഒരുപാട് തലമുറ കണ്ടൊരു വ്യക്തിയാണ്. അതെ, എനിക്കാണെങ്കിൽ 10-25 വയസ്സ് കഴിഞ്ഞതാണ്. ഞാൻ അത്ര അവിടെ ജനിച്ചു വളർന്നത് ഇവിടെയാണെങ്കിലും അവിടെ നല്ല സഹവാസമാണ്. അപ്പൊ വീടെല്ലാം വെച്ച് നമ്മൾ കുറെ വർഷം കൊണ്ട് അവിടെ തന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ച് എല്ലാം ഒരു നല്ല പിള്ളേരെല്ലാം ഇപ്പൊ വഴിപഴിച്ചു. നല്ല കുട്ടികളായിരുന്നു, നല്ല പഠിക്കാനില്ലാതെ വല്ല വർക്ക്ഷോപ്പിലൊക്കെ പോയി പണിയെടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്നുമേ ഇല്ല. ഇപ്പൊ ഇത് തന്നെ ജോലി അല്ല വെള്ളനാട്. ഇപ്പൊ സന്ധ്യയാവുമ്പോ അങ്ങ് പോകും. എസ്റ്റേറ്റിന്റെ നടുക്ക് സീറ്റ് അടിക്കാൻ ഒരു വീടുണ്ട്, അവിടെ ഇരിക്കുമോ അതേ മറ്റേ കുടിയന്റെ വീട്ടിൽ ഇരിക്കുമോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ രാത്രി ടോർച്ചും കൊണ്ട് നടന്ന് വഴക്കുണ്ടാക്കും. ഇവിടെ ഞാൻ ഇപ്പം പോലീസിനെ വിളിച്ചു. ഓ, പ്രദേശത്താണ് ശല്യം, വേറെ ശല്യമൊന്നുമില്ല. അവരവിടെ ഇരുന്ന് മദ്യം. വീട്ടിലുള്ളവർക്ക് കഷ്ടമല്ലേ മോളെ, സന്ധ്യ ആവുമ്പോ 2 പെൺപിള്ളേരൊക്കെ ഉള്ളവർക്ക് ഭയങ്കര കഷ്ടപ്പാടല്ലേ. 2 പെൺപിള്ളേരും പ്രായമായ ചെക്കൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ എല്ലാം വീട്ടിൽ വയ്യാതെ കിടക്കണ വൃത്തകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെയാണ് സംഭവം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇതൊന്നും അറിഞ്ഞേകൂടാ. ഒരു വീടി പോലും കുടിക്കാത്ത എൻ്റെ ഒരു ബന്ധു പയ്യെ 24 മണിക്കൂർ ഇതാണ് ഈ കൂട്ട്. എന്തായാലും സർക്കാർ ഒരുപാട് പിള്ളേരെ രക്ഷിക്കട്ടെ. അതെ, രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി. മയക്കുമരുന്നിനെതിരെ നമ്മുടെ സർക്കാർ ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികൾ ഈ മയക്കുമരുന്നിനൊക്കെ അടിമകളാണ്. ഒരു അമ്മ എന്ന രീതിയിൽ അവരെങ്ങനെ കാണുന്നു സർക്കാരിന്റെ ഒരു സംരംഭത്തെ? നമ്മുടെ പിള്ളേരെയൊക്കെ മയക്കുമരുന്നിലൂടെ രക്ഷിക്കാൻ പറ്റുമല്ലോ അല്ലേ? സർക്കാരിന്റെ നല്ലൊരു എങ്ങനെ വിലയിരുത്തുന്നു ആ ഒരു പോരാട്ടത്തെ? മയക്കുമരുന്ന് തമിഴാണ് എനിക്ക് മയക്കുമരുന്നിനെതിരെ നമ്മുടെ സർക്കാർ ഒരു വലിയ പോരാട്ടം നടത്തുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു അമ്മ എന്ന രീതിയിൽ അതിനെങ്ങനെ പറയുന്നു? നമ്മുടെ പിള്ളേരൊക്കെ ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്നു, ഒരുപാട് പേര് നശിച്ചു പോകുന്നു. അപ്പൊ അവരെ രക്ഷിക്കാനുള്ള ഒരു സംരംഭമാണ്. അപ്പൊ എങ്ങനെ അതിന്റെ വിലയിരുത്തുന്നു? നല്ലതാണ്. ഇപ്പോഴത്തെ ജനറേഷന് ഈ ഒരു ഇത് ഓക്കെയാണ്. എന്നുവെച്ചാല് പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ കാലങ്ങൾ പോക്ക് അതല്ല. പക്ഷെ ഇത് നല്ല സംഭവം. അങ്ങനെ ഈ തലമുറയ്ക്ക് ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അങ്ങനെ നശിച്ചു പോകുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ കാണുമ്പോൾ? ഓഫ്കോഴ്സ് ഒരുപാട് 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 ആശങ്കയുണ്ടോ നമ്മുടെ മക്കളൊക്കെ ഇനി സമൂഹത്തിൽ ഒത്തിരി ഒത്തിരി ഒരു അമ്മ എന്ന രീതിയിൽ ആശങ്കയുണ്ട്? ഉണ്ട്, ഒരുപാട്. ഉണ്ട്. അപ്പൊ സർക്കാർ ഈ ഒരു സംരംഭത്തെ എങ്ങനെ വിലയിരുത്തുന്നു? നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യമാണ്. തീർച്ചയായും. മുന്നോട്ട് പോകട്ടെ. അതെ അതെ അതെ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി തുടങ്ങിയത്. നല്ല കാര്യം തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം ഈ ഒരു നടപടി കൊണ്ടുവന്നാൽ നല്ലത് തന്നെയാണ്. നമുക്ക് നല്ല ഭയമുണ്ട്, നമ്മുടെ മക്കൾ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് നല്ല ഭയമുണ്ട് ഇതിനെ പറ്റി. നമ്മളെ മക്കളൊക്കെ ഈ ഒരു സമൂഹത്തിൽ അതെ അതെ വളരെയുണ്ട്. അപ്പോ ഇങ്ങനെ പോകെ ഒരുപാട് മാറ്റം ഇനിയും മാറ്റം സംഭവിക്കും.